നിരവധി പേരെ കൊന്നൊടുക്കി പാലസ്തീൻകാരെ ദ്രോഹിച്ചും ഇസ്രായേൽ സൈനിക നടപടി തുടരുമ്പോൾ ഒരു വശത്ത് യുദ്ധത്തെ അപലപിച്ചും മറുവശത്ത് ആയുധ സഹായം കൂട്ടിയും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തുവരികയാണ്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്തെത്തിയവർ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ പട്ടണമായ റാഫയിൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ വാക്കാൽ തഴയുന്ന US കഴിഞ്ഞ ദിവസം $250 കോടി യുദ്ധവിമാനങ്ങളും ബോംബുകളും അടക്കമുള്ള സഹായ പാക്കേജിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. 1000 അടി ചുറ്റളവിൽ കനത്ത നാശം വിതയ്ക്കുന്ന ബോംബുകൾ നേരത്തെയും US നൽകിയിട്ടുള്ളതാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. സഖ്യരാജ്യമായ ഇസ്രായേലിന് ഒരേ വർഷവും $380 കോടി പ്രതിരോധ സഹായമാണ് US നൽകി വരുന്നത്. റാഫയിലെ സൈനിക നടപടി സംബന്ധിച്ച അഭിപ്രായ ഭിന്നത മൂലവും UN-ലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനു ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അല്പം മോശമായെങ്കിലും ബൈഡൻ ഭരണകൂടം ആയുധ സഹായം തുടരുകയാണ്. ബേണി സാൻഡേഴ്സ് ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങൾ ഇതിനെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ ഗാസയിലേക്ക് 400 ടൺ ഭക്ഷണവുമായി കപ്പൽ സർപ്രൈസ് തീരത്തു നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ കപ്പലിൽ 200 ടൺ ഭക്ഷണം എത്തിച്ചിരുന്നിട്ടുണ്ട്. ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഖാൻ യൂനിസിൽ 7 നില പാർപ്പിട സമുച്ചയമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത്. തെക്കൻ ലെബനനിൽ അതിർത്തിക്കടുത്ത് ഷെല്ലാക്രമണത്തിൽ UN സമാധാന ദൗത്യസേനയിലെ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സമാധാന സേനയെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് 13 വയസ്സുള്ള പലസ്തീൻ ബാലൻ മരിക്കുകയും ചെയ്തു. ഗാസയിൽ ഇതുവരെ 32,705 പേർ കൊല്ലപ്പെടുകയും 75,190 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും ക്രൂരമായ ആഘോഷവുമായി ഇസ്രായേൽ സൈനികരും രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസയിലെ വീടുകളിൽ കയറി പലസ്തീനി സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ പുറത്തെടുത്താണ് IDF അംഗങ്ങളുടെ പരിഹാസവും അശ്ലീല പ്രദർശനവും. സൈനികർ തന്നെയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുത്തിരിക്കുന്നത്. നടപടി വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. UN മനുഷ്യാവകാശ ഓഫീസും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ആളൊഴിഞ്ഞ പലസ്തീൻ വീടുകൾ കയറിയാണ് IDF അംഗങ്ങളുടെ ഹീനകൃത്യങ്ങൾ തുടരുന്നത്. സൈനികരുടെ അശ്ലീല ചുവയോടെയുള്ള ആഘോഷങ്ങളുടെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു കൈയിൽ തോക്കും മറുകൈയിൽ വെളുത്ത നിറത്തിലുള്ള അടിവസ്ത്രവും പിടിച്ചു നിൽക്കുന്ന ഇസ്രായേൽ സൈനികൻ്റെ ദൃശ്യമാണ് ഇക്കൂട്ടത്തിലൊന്ന്. സോഫയിൽ കിടന്നുറങ്ങുന്ന മറ്റൊരു സൈനികൻ്റെ മുഖത്തേക്ക് അടിവസ്ത്രം വീശിയാണ് ഇയാളുടെ അശ്ലീല പ്രയോഗം. മറ്റൊരു വനിതയുടെ മാനേക്വിൻ കയ്യിൽ പിടിച്ച് ടാങ്കിൽ കയറിയിരുന്ന് ഒരു സൈനികൻ പറഞ്ഞത് ഇങ്ങനെയാണ്: "എനിക്ക് സുന്ദരിയായൊരു ഭാര്യയെ കിട്ടി. ഗാസയിൽ സീരിയസായൊരു ബന്ധം എനിക്കുണ്ടെന്ന്." ഗാസയിലെ വീടുകളിൽ കയറി സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ശേഖരിച്ച ശേഷം പരസ്യമായി പ്രദർശിപ്പിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ആസ്വദിക്കുകയാണ് ഇസ്രായേൽ സൈനികർ. സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇസ്രായേൽ സൈനികരുടെ ദൃശ്യങ്ങളും കൂട്ടത്തിലുണ്ട്. സൈനിക ടാങ്കിലും അതിർത്തിയിലെ മുൾവേലികൾക്കിടയിലുമെല്ലാം നൈറ്റി ഉൾപ്പെടെ കെട്ടിയിട്ടും ആഘോഷിക്കുകയാണ് അവർ. പലസ്തീൻ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞു ബൊമ്മകളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. പലസ്തീൻ മാധ്യമപ്രവർത്തകനായ യൂനിസ് തിറാവിയാണ് ഇസ്രായേൽ സൈനികരുടെ ഹീനകൃത്യങ്ങൾ പുറം ലോകത്തെത്തിച്ചത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി ഇത്തരത്തിൽ 10ഓളം വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ ആധികാരികത അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീഡിയോകൾ അയച്ച് വിഷയം IDF-നോട് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് റോയിട്ടേഴ്സ്. പലസ്തീനി വനിതകളെ അപമാനിക്കുന്നതാണ് ദൃശ്യങ്ങളെന്ന് UN മനുഷ്യാവകാശ ഓഫീസ് വക്താവ് റവീന ഷംദാനി പ്രതികരിച്ചിട്ടുണ്ട്. പലസ്തീനികൾ മാത്രമല്ല, മുഴുവൻ സ്ത്രീകളെയും നിന്ദിക്കുകയാണ് നടപടിയെന്നും അവർ പറഞ്ഞു. റോയിട്ടേഴ്സ് റിപ്പോർട്ടിന് പിന്നാലെ ചില വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വിവാദ വീഡിയോകൾ ഇസ്രായേൽ സൈന്യവും നിഷേധിച്ചിട്ടില്ല. സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമുണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കുകയാണെന്നാണ് IDF പ്രതികരിച്ചത്. ക്രിമിനൽ നടപടികളുണ്ടായതായി സംശയിക്കുന്ന സംഭവങ്ങൾ സൈനിക പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പരിശോധനയിൽ ചില സൈനികരുടെ നടപടികൾ അനുചിതമാണെന്ന് വ്യക്തമാക്കുകയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും IDF വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ അശ്ലീല വീഡിയോകളെക്കുറിച്ച് പരാമർശിക്കാതെയാണ് വാർത്താക്കുറിപ്പുള്ളത്. സൈനികർക്കെതിരെ എന്ത് അച്ചടക്ക നടപടി സ്വീകരിച്ചുവെന്നും വെളിപ്പെടുത്തിയിട്ടില്ല.